കേരളത്തിൽ മഴക്കെടുതി രൂക്ഷമായപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം. പിണറായി വിജയൻ പ്രളയകാലത്ത് എല്ലാ ദിവസവും വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരുന്നത് മാതൃകയാക്കണമെന്നാണ് CPM പറഞ്ഞത്. അത് പിണറായി വിജയന്റെ ശൈലിയായിരിക്കും. അതുതന്നെ വി.ഡി. സതീശൻ പിന്തുടരണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് കോൺഗ്രസ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതേസമയം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീമ്പ് പറയുന്നത് മാറ്റി നിർത്തിയാൽ പ്രളയകാലത്ത് എന്തു ഗുണമാണ് പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടിയത് എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ടില്ലായിരിക്കാം. എന്നാൽ പ്രളയത്തിന്റെ ദുരിതം പേറി ക്യാമ്പിൽ കഴിയുന്ന സാധാരണക്കാരുടെ അടുക്കലേക്ക് പാഞ്ഞെത്തുന്നുണ്ട് സതീശൻ. അവിടെ ഇടനിലക്കാരായ മാധ്യമങ്ങളൊന്നുമില്ല. 40 വണ്ടികളുടെയും 100 പേരുടെ അകമ്പടിയുമായി ഷോ കാണിക്കുന്ന പിണറായി സ്റ്റൈൽ വി.ഡി. സതീശന് അന്യമാണ്. ക്യാമ്പിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് പോകുന്ന വി.ഡി. സതീശനൊപ്പം അകമ്പടിക്ക് സുരക്ഷാ സന്നാഹമില്ല. യാത്രയ്ക്ക് മുന്നിലും പിന്നിലും ഓരോ പോലീസ് അകമ്പടി വാഹനങ്ങൾ. അവർക്ക് ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശനമില്ല. ക്യാമ്പിനുള്ളിൽ സാധാരണക്കാരനായി അവരുടെ വിഷമങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് വി.ഡി. സതീശൻ. പ്രളയം നാശം വിതച്ച തലയോലപ്പറമ്പിലെത്തിയ വി.ഡി. സതീശൻ A.J. ജോൺ മെമ്മോറിയൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. ക്യാമ്പിനുള്ളിലേക്ക് കയറിയ സതീശന് സുരക്ഷയൊരുക്കാൻ അംഗരക്ഷകരും പിന്നാലെ കൂടി. എന്നാൽ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് സതീശൻ സുരക്ഷാ സംഘത്തിനോട് ക്യാമ്പിലേക്ക് കയറരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ലോക്കൽ പോലീസിനും ഇതേ നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത്. ഇതോടെ അനങ്ങാൻ സാധിക്കാതെ സുരക്ഷാ സംഘം ക്യാമ്പിന് പുറത്തു നിൽപ്പായി. കൂളായി ക്യാമ്പിനുള്ളിലേക്ക് കടന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദുരിതബാധിതരായവരെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ തിരക്കി. ക്യാമ്പിന് ഭക്ഷണം ഒരുക്കുന്ന കുടുംബശ്രീയിലെ സഹോദരിമാർക്കൊപ്പം നിന്ന് ഫോട്ടോയും എടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ഈ സമയം അത്രയും ക്യാമ്പിന് പുറത്ത് തങ്ങളുടെ VIP-യെയും കാത്തിരിക്കുകയായിരുന്നു സുരക്ഷാ സംഘം. സതീശന്റെ യാത്രയുടെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കാണാം. ഒന്ന് ഒതുങ്ങി കൊടുത്തേ. അതെ, ഒന്ന് ഒതുങ്ങി കൊടുക്കണേ. എത്ര പേരുണ്ട് ഈ ക്യാമ്പിൽ? എത്ര പേരുണ്ട്? നമ്മുടെ പഞ്ചായത്തിൽ അവിടെ ഇരുന്നു അടിക്കണ്ട, അവിടെ ഇരുന്നു. അല്ല ഏയ് ഇതാരൊക്കെ ഇടുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി ഫോട്ടോ എടുത്ത് ഞങ്ങളെ അതല്ലേ? ഓ, ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കാണ്. ഓ, ആ, നമുക്ക് നോക്കാം. ഇത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ലൈഫിലുണ്ട്. ആ, ലൈഫിലുണ്ട് അല്ലേ? ഭയങ്കര അഭിപ്രായം പറഞ്ഞു ആളുകൾ. അപ്പൊ അത് നിങ്ങൾ കൈകാര്യം കൊണ്ടാണ്, നിങ്ങൾ അവരെ വീട്ടുകാരെ പോലെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇവരുടെ ഡിമാൻഡ് MLA പഞ്ചായത്ത് പ്രസിഡന്റ് ഔട്ടായിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല.
കേട്ടാ ആ വീഡിയോയിൽ കണ്ടുള്ളത് നന്നായി